നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം പ്രയത്നിക്കുവാനും ഒരുപക്ഷെ ഉന്നതരെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചുകൊണ്ട് പ്രവർത്തന തലത്തിലെത്തിക്കുവാനും സാധിക്കുന്നത് വഴി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഊഹാപോഹങ്ങൾ പലതും കേൾക്കുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കിയതിനാൽ പക്വതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുവാനും കാര്യകാരണങ്ങളെല്ലാം മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭാവനകളെ യാഥാർത്ഥ്യമാകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-2 വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു, എന്നാൽ അതിന് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയും 1 വർഷത്തെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാലേ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നേട്ടം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കാതെ അതിൽ അഹോരാത്രം പ്രവർത്തിക്കാനുള്ള തീരുമാനം നിലനിൽപ്പിന് അനുകൂലമാകും വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. ബന്ധുമിത്രാദികൾ വിരുന്നു വരുവാനിടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരും. ആധ്യാത്മികാത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സദ്ശീലങ്ങൾ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നത് വഴി പല വിധത്തിലുള്ള അസുഖങ്ങളുടെ കാരണങ്ങളെയും സാംക്രമിക രോഗങ്ങളെ പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. അമിത വേഗതയുള്ള വാഹനോപയോഗം ആവുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ അതിശയോക്തി കലർന്ന സംസാര രീതിക്ക് സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ദുരുപയോഗം ചെയ്യുന്ന പലർക്കും നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. അർദ്ധമനസ്സോടുകൂടി പുതിയതായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ പണം പ്രത്യേകിച്ച് ചെലവുകളൊന്നും വേണ്ട, അഹോരാത്രം പ്രവർത്തിക്കേണ്ടി വരികയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും നേട്ടം എന്നത് 2026 ജൂണിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അന്യദേശത്തോ വിദേശത്തോ വസിക്കുന്ന പുത്രപൗത്രാദികൾ ഓണക്കാലത്തിനോടനുബന്ധമായി വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. മറ്റു ചിലർക്ക് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വിനോദയാത്രയ്ക്ക് വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവസരം വന്നു ചേരും. രൂപകൽപ്പന ചെയ്യുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ക്ലേശകരമായിട്ടുള്ള ഏതൊരു വിഭാഗങ്ങളെയും വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസം ആർജിക്കും. വിലപ്പെട്ട നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. പലപ്പോഴും പലർക്കും വിധിയെ കുറ്റം പറയാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ ഇടവരും. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് അബദ്ധങ്ങളിൽ നിന്ന് പിന്മാറുന്നത് വളരെ ഗുണകരമായി തീരും. പരിമിതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗമുള്ളത്. സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ജീവനക്കാരെ പിരിച്ചുവിട്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാൻ തീരുമാനിക്കും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനിടവരും. കലാ, കായികം, സാഹിത്യം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആർഭാടങ്ങൾക്ക് വിരാമം വന്ന് ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും അത്യാവശ്യത്തിന് എല്ലാ കാര്യവും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ പ്രകൃതി ആയുർവേദ ചികിത്സകൾ കൂടി തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സാധ്യത കാണുന്നു. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അധികാര പരിധി വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് കീഴ് ജീവനക്കാരെ നിയമിക്കുവാനുള്ള അനുമതി തേടുവാനും
പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഏറ്റവും അധികാര പരിധി വർദ്ധിക്കുന്നതും ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സാഹചര്യത്തിൽ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് താമസിക്കാൻ തക്കവണ്ണം സൗകര്യമൊരുക്കുവാനും ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജൂലൈ മാസം പകുതിയാവുമ്പോഴേക്കും ഈ ജോലി ഉപേക്ഷിച്ചാലോ എന്ന തോന്നൽ പോലും ഉണ്ടാവാം. എന്നാൽ നിലവിലുള്ളത് ഉപേക്ഷിച്ചാൽ മറ്റൊരു ജോലി ലഭിക്കാൻ സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വർഷത്തേക്ക് ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി പണം മുതൽ മുടക്കുന്നവരുടെ കർമ്മമണ്ഡലങ്ങൾ, വ്യാപാര വിപണന വിതരണ മേഖലകൾ അതിന്റെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരു അവസരം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് നന്നായിരിക്കും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വരവും ചെലവും തുല്യമായിരിക്കുന്നതിനാൽ ഒരുപക്ഷെ ഇനിയുള്ള 2-3 മാസത്തേക്ക് ശമ്പളം കൊടുക്കുവാനായിട്ട് താൽക്കാലികമായിട്ടുള്ള വായ്പയ്ക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. സുദൃഢമായിട്ടുള്ള കർമ്മ പദ്ധതികളായതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും ഇടവരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ മനസ്സിലുദ്ദേശിക്കുന്ന പോലെ വിളവെടുപ്പ് ഇല്ലാത്തതിന്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് വിപുലമായ പദ്ധതികളൊക്കെ, കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ തീരുമാനിക്കും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. അവിചാരിത ചെലവുകളെ കൊണ്ട് നീക്കിയിരുപ്പ് കുറയുന്നത് വഴി കുറച്ചൊരു സമാധാനക്കേട് വന്നു ചേരുവാൻ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതിന്റെ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും വരും വരായികളെ പറ്റി ചിന്തിച്ചുകൊണ്ടും മാത്രമേ അതിലേക്ക് പ്രവേശിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങളും പണനഷ്ടവും മാനഹാനിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും പ്രായത്തിന്റെ ആധിക്യം കണക്കിലെടുത്തും കൊണ്ടും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾക്ക് കഴിഞ്ഞ മാർച്ച് മാസത്തിലോ ഡിസംബറിലോ ജന്മനാട്ടിൽ വരാത്തവർക്ക് ഈ ഓണക്കാലത്തിനോടനുബന്ധമായി വന്നു ചേരാം എന്ന ധാരണയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെ കൊണ്ട് വരാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മക്കളോടൊപ്പം ഓണം ആഘോഷിക്കുവാനായിട്ട് യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പിന് യോഗമുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവെന്നത് ഗുണകരമായി തീരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് വഴി വായ്പ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് ഒരുപക്ഷെ ഭൂമി വിൽപ്പന ചെയ്താലോ അഥവാ ഗൃഹം വിൽപ്പന ചെയ്താലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിലും ബന്ധുമിത്രാദികളുടെ സാമ്പത്തികമായുള്ള സഹായം ഇതിനെ അതിജീവനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സത്ചിന്തകളാൽ സജ്ജന സംസർഗം വർദ്ധിക്കുവാനിടയുണ്ട്. ആധ്യാത്മിക ആത്മീയ ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മാനസികമായിട്ടുള്ള പലവിധത്തിലുള്ള മിഥ്യാധാരണകളെയും ഒഴിവാക്കുന്നതിന് ഒരു പരിധിവരെ ഉപകരിക്കുവാൻ ഇടയുണ്ട്. പണം വല്ലാതെ ചെലവാക്കാതെ തന്നെ അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കിക്കൊണ്ട് 2027 2028 പൂർത്തീകരിക്കുന്നതായുള്ള പദ്ധതികൾ, കരാർ ജോലികൾ ഏറ്റെടുക്കുവാനുള്ള അവസരം ഉണ്ടാകും. ഒരു പക്ഷെ സുഹൃത്ത് ഏറ്റെടുക്കുന്നതിന്റെ അനുബന്ധമായിട്ടുള്ള കരാർ ജോലികളായതുകൊണ്ട് അത് സമയബന്ധിതമായിട്ട് തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന ധാരണയോടുകൂടി തന്നെ ഏറ്റെടുക്കുവാനും ഇടവരും.
ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും ജോലിക്കാർക്ക് അവരുടെ ചെലവിന് ഉപകരിക്കും എന്ന നിലയിൽ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 6 മാസത്തിനുള്ളിൽ നടക്കുന്ന മത്സരങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം വിട്ടുനിൽക്കുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ജന്മനാട്ടിൽ നടക്കുന്ന മംഗളവേളകളിൽ പങ്കെടുക്കുവാനായിട്ട് ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകുവാനും അതിനുവേണ്ടതായുള്ള ഏർപ്പാടുകളും ചെയ്യുവാനിടയുണ്ട്. ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആജ്ഞാനുവർത്തികളിൽ നിന്നും പുതിയതായിട്ടുള്ള ആശയങ്ങൾ, ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള പല വിധത്തിലുള്ള ആശയങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രാവർത്തികമായിട്ടുള്ള രീതിയിൽ അനുവർത്തിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ അവലംബിക്കാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും ഉള്ള ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുവാൻ തീരുമാനിക്കും. പുതിയ സ്നേഹബന്ധങ്ങൾക്ക് സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ അവസരമുണ്ടായിത്തീരുവാനിടയുണ്ട്. സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും തൃപ്തിയല്ലാത്ത ഒരു പാഠ്യപദ്ധതിയാണ് എന്ന് മനസ്സിൽ തോന്നുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതികൾ ആയതുകൊണ്ട് മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അമിതാഹ്ലാദം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പണം കടം കൊടുക്കുക, കടം വാങ്ങിക്കുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥതയ്ക്ക് പോകുക, കുറി ചേരുക എന്നിവയൊക്കെ തന്നെ ഈ ഒരു മാസത്തിൽ മാത്രമല്ല ഒരു വർഷത്തേക്ക് ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിൽക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ഈ സാഹചര്യങ്ങളെ കൊണ്ട് ഒരു വർഷത്തേക്ക് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടും അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടും ഏതൊരു കാര്യത്തെയും സമീപിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതാണ് ജൂലൈ മാസത്തിലെ പൂയ നക്ഷത്രക്കാരുടെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.